നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായി നടന്ന തങ്ങളുടെ അവസാന സന്നാഹ മത്സരത്തിൽ അർജന്റീന ഗംഭീര വിജയം നേടി വേൾഡ് കപ്പിന് സുസജ്ജമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മൾ അർജന്റീനയുടെ പ്രകടനം, അവരുടെ ഓരോ താരങ്ങളുടെയും പ്രകടനം വിശദമായിട്ടൊന്ന് എടുത്തു നോക്കുകയാണ്. വീണ്ടും ഒരു ലോക കിരീടം ചൂടുമോ അർജന്റീന? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്, അതാണ് അവർ ആഗ്രഹിക്കുന്നതും. ഈ കളിയെ കൃത്യമായിട്ടും വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കത്തിനുള്ള അവസരമായിട്ടാണ് കോച്ച് ലയണൽ സ്കലോനി കണ്ടത്. അങ്ങനെ തന്നെയാണ് ടീമിനെ ഇറക്കിയത്. ആദ്യ 11 നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി, ഡിഫൻസിലാണെങ്കിൽ നിക്കുലാസ് ഓട്ടാമെൻ്റെയും ലിസാൻഡ്രോ മാർട്ടീനസും, ഇരു പാർശ്വങ്ങളിലായിട്ട് അഗസ്റ്റിൻ ഗിയെ, ഫെക്കുണ്ടോ മെഡീന. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിയെ വേൾഡ് കപ്പിന് ആ പൊസിഷനിൽ എന്തായാലും ഉണ്ടാവില്ല. മൊണ്ടിയിലും അതുപോലെ തന്നെ മോളിനെയും ഫിറ്റാണ് എന്ന് കോച്ച് വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മധുരയിലേക്ക് വരുമ്പോൾ നിക്കോപാസും ജിയോവാനി ലോച്ചെൽസയും പെലാസിയോസും ബാർക്കോയും ഉണ്ടായിരുന്നു. ബാർക്കോ കിട്ടിയ അവസരം പൊളിച്ചടുക്കി. ഹുലിയാനോ സിമിയോണിയും ഹോസെ മാനുവൽ ലോപ്പസും മുന്നേറ്റങ്ങൾ നയിക്കാനും. മെസ്സിയൊക്കെ ബെഞ്ചിൽ. പിന്നെ രണ്ടാം പകുതിയിലാണ് ബാക്കി മാറ്റങ്ങളിലേക്ക് കോച്ച് പോയത്. അതായത് 46-ാമത്തെ മിനിറ്റിൽ വരുത്തിയ മാറ്റങ്ങളിലൂടെ ക്രിസ്ത്യൻ റൊമേറോയും എൻസോ ഫെർണാണ്ടസും റോദ്രിഗോ ഡി പോളും അലക്സിസ് മെക്കലിസ്റ്ററും ലൗട്രോ മാർട്ടിനസും കളിക്കളത്തിലേക്ക് എത്തി. തിയാഗോ അൽമേഡയും നിക്കുലാസ് ഗോൺസാലസും 58-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു. 70-ാമത്തെ മിനിറ്റിൽ രാജാവിൻ്റെ രാജകീയ എൻട്രി. ലിയോ മെസ്സി വന്നതും സെക്കൻഡുകൾക്കകം ഗോള് നേടുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. പെനാൽറ്റി അദ്ദേഹത്തിൻ്റെ കിടിലൻ പാസിൻ്റെ വഴിയാണ് ലൗട്രോ അവിടെ ഫൗൾ ചെയ്യപ്പെടുന്നതും അങ്ങനെ ഗോളാക്കി മാറ്റിക്കൊണ്ട് ലിയോ മെസ്സി തൻ്റെ കരിയറിലെ 119-ാമത്തെ അർജൻറ്റീന ഗോള് കണ്ടെത്തുകയും ചെയ്തു. ചരിത്രത്തിലേക്ക് അദ്ദേഹം പന്തടിച്ച് കയറ്റി. അതായത് അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോളടിച്ച ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡിലേക്ക് ലിയോ മെസ്സി കടന്നുപോയി. ഏതായാലും ഈ മത്സരത്തിൽ അർജൻറ്റീനയുടെ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പറായിട്ട് ഇറങ്ങിയ ജെറോണിമോ റുള്ളിയുടെ പ്രകടനം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഐസ്ലൻഡ് എതിരാളികൾ അക്കാര്യം ശ്രദ്ധിക്കണേ. 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് പണി കൊടുത്ത ടീമാണ്. അർജൻറ്റീന ഒരു വിജയം വല്ലാതെ ആഗ്രഹിച്ചിറങ്ങിയ കളിയിൽ 1-1 സമനിലയിൽ അവരെ തളച്ച ടീമാണ് ഐസ്ലൻഡ്. ആ ഐസ്ലൻഡിനെയാണ് ഇവിടെ 3-0 മുക്കിയിരിക്കുന്നത്. ഏതായാലും ജെറോണിമോ റുള്ളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരേ ഒരു ഷോട്ടാണ് അദ്ദേഹത്തിന് നേരെ വന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അത് തടയുകയും ചെയ്തു. യോഹാൻസൻ്റെ ഒരു ലോങ് റേഞ്ച് എഫേർട്ട്. എന്തായാലും അദ്ദേഹത്തിന് 10-ൽ 6 റേറ്റിംഗ് ആണ് ഇപ്പോൾ TYC സ്പോർട്സ് കൊടുക്കുന്നത്. അഗസ്റ്റിൻ ഗിയെ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സ്റ്റാർട്ടാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം കളിക്കളത്തിൽ നിന്നു. ഏതായാലും ഹി ക്യാൻ ഡെലിവർ എന്നുള്ളൊരു വിശ്വാസമാണ് അഗസ്റ്റിൻ ഗിയെ ഉണ്ടാക്കുന്നത്. റേറ്റിംഗ് 7 നിക്കുലാസ് ഓട്ടാമെൻ്റി ഈ പ്രായത്തിലും അദ്ദേഹം അർജൻറ്റീനയുടെ ഡിഫൻസിൻ്റെ പ്രധാന ഭാഗമാണ്. ഏതായാലും അദ്ദേഹം പല സമയത്തും ഹൈ ആയിട്ട് പ്രസ് ചെയ്യുന്ന കാഴ്ച, അതുപോലെ തന്നെ ബോൾ പലപ്പോഴും എതിരാളികളിൽ നിന്ന് വിൻ ചെയ്യുന്ന കാഴ്ച. ഡിഫൻസീവ് വർക്കൊന്നും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിക്കുലാസ് ഓട്ടമെൻ്റിയുടെ റേറ്റിംഗ് 6. ലിസാൻഡ്രോ മാർട്ടീനസ് അടുത്തതായിട്ട്. അദ്ദേഹത്തിനും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ക്ലിയറായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 6. ഫെക്കുണ്ടോ മെഡീന ലെഫ്റ്റ് ബാക്കായിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ് ബാക്കായിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും ഒരു ബുദ്ധിമുട്ട് ഡിഫൻസിലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 10-ൽ 5 മാർക്കാണ്. ഇപ്പം 5 റേറ്റിംഗ് ആണ് TYC സ്പോർട്സ് കൊടുക്കുന്നത്. ജിയോവാനി ലോച്ചെൽസും മധ്യനിരയിൽ. തീർച്ചയായിട്ടും പറഞ്ഞാൽ കുറച്ചധികം പ്ലെയിൻ ടൈം ആവശ്യമുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു ലോച്ചെൽസോ. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രൊമിനൻ്റ് ആയിട്ടുള്ള റോൾ അദ്ദേഹത്തിന് കളിക്കളത്തിൽ ചെയ്യാനും ഉണ്ടായിരുന്നു. അധികമൊന്നും അദ്ദേഹം കളിക്കളത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊന്നും പറയാനില്ല. ഹാഫ് ടൈമിൽ അദ്ദേഹം തിരികെ കയറുകയും ചെയ്തു. 10-ൽ 5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഇസിക്കിയൽ പലാസിയോസ് അദ്ദേഹം ഫസ്റ്റ് പാസ് മുതൽ തൻ്റെ പ്രോമിസ് അദ്ദേഹം കാണിക്കുന്നുണ്ടായിരുന്നു. സെൻറ്റർ ബാക്കുമാർക്കിടയിലൂടെയുള്ള
ആ ബോൾ കൊടുക്കൽ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പാരേഡസ് ഡൗട്ട്ഫുൾ ആകുന്ന ഘട്ടത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ എസിക്കിയൽ പലാസിയോസിന് നല്ല സാധ്യതകൾ വരുന്നു. പിന്നെ ഹാഫ് ടൈമിൽ അദ്ദേഹത്തെ എൻസോയെ ഇറക്കിക്കൊണ്ട് റീപ്ലേസ് ചെയ്തു. 10-ൽ 6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. വാലന്റിൻ ബാർക്കോ ഗോളടിച്ചു. കോളോ ബാർക്കോ ഗോളടിച്ചു എന്നുള്ളത് ആരാധകർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. 8ാമത്തെ മിനിറ്റിലാണ് ആ ഗോള്. ടീംമേറ്റ്സുമായിട്ട് നല്ല രൂപത്തിൽ അദ്ദേഹം ലിങ്കപ്പ് പ്ലേ നടത്തി. നിക്കോപാസിന് ഒരു ഗ്രേറ്റ് പാസ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് അവസരം ലഭിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ ഫ്രീ കിക്കിനെ തുടർന്ന് വന്നിട്ടുള്ള ബോളായിരുന്നല്ലോ, പെനാൽറ്റി ഏരിയയിൽ ആകെ കൂട്ടപ്പൊരിച്ചിൽ. ഇപ്പോൾ പുറത്തേക്ക് ആ ബോളൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയത് കണക്കടിച്ചങ്ങ് കയറ്റി. സോ വാലന്റിൻ ബാർക്കോയുടെ റേറ്റിംഗ് 8. 10-ൽ 8. നിക്കോപാസ് തീർച്ചയായിട്ടും നിക്കോപാസിന് കൺസിസ്റ്റൻസി ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. പരിക്കൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരുന്നല്ലോ, പുറത്തിരുന്നാണല്ലോ. അതുകൊണ്ട് കളിയിൽ അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഒരു ഷോട്ട് അദ്ദേഹം എടുത്തു. അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന കാഴ്ച. മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് TYC സ്പോർട്സ് കൊടുക്കുന്നത് 5ആണ്. 10-ൽ 5. ഹുലിയാനോ സിമയോണി എല്ലായ്പ്പോഴും ഒരു ത്രെട്ടാണ് എതിരാളികൾക്ക്. ഹുലിയാനോ സിമയോണി 2 ക്ലിയർ ചാൻസസ് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദെൻ ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലുമായിട്ട്. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം നല്ലൊരു ക്രോസ് കൊടുക്കുന്നൊരു കാഴ്ച കണ്ടു. എന്തായാലും അദ്ദേഹത്തിന് 10-ൽ 7ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ഹോസെ മാനുവൽ ലോപ്പസിൻ്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഗുഡ് ടീം പ്ലേ. അതുപോലെ തന്നെ അദ്ദേഹം മുന്നേറ്റത്തിൽ തനിക്കൊരു അവസരം വേൾഡ് കപ്പിൽ ലഭിക്കണം എന്ന രൂപത്തിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല, ശരിയാണ്. എന്നാലും അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്താൽ അദ്ദേഹം തിളങ്ങും എന്നത് വ്യക്തമാക്കിയ ഒരു പെർഫോമൻസാണ്. ഹാഫ് ടൈമിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന താരങ്ങൾ നോക്കിയാണെങ്കിൽ ക്രിസ്ത്യൻ റൊമേറോ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസിനെ നടത്തി. വളരെ സോളിഡായിട്ടുള്ള പെർഫോമൻസ് നടത്തി. ഏതായാലും അദ്ദേഹത്തിന് 10-ൽ 6ആണ്. റോദ്രിഗോ ഡീബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രൂപത്തിൽ അദ്ദേഹം കളിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അൽമേഡയുടെ ഗോള് അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് മെസ്സിയുമായിട്ടുള്ളൊരു കോമ്പിനേഷന് ശേഷം അൽമേഡയെ കൊടുക്കുന്നു, അൽമേഡ ഗോളാക്കുന്നു. സോ റോദ്രിഗോ ഡീബോൾ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 8ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. എൻസോ ഫെർണാണ്ടസ് അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹം കളിയിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും 10-ൽ 6ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അലക്സിസ് മാക്കലിസ്റ്റർ വളരെ ക്ലിയർ ചാൻസ് ഉണ്ടായിരുന്നു, അത് പോസ്റ്റിലടിച്ചു. ഏതായാലും നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹവും അൽമേഡയും ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് കളിക്കുകയുണ്ടായി. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടാണ് ഒടുവിൽ അദ്ദേഹം കളി ഫിനിഷ് ചെയ്യുന്നത്. 10-ൽ 6ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ലൗട്രോ മാർട്ടീനസ് ഗോൾ അടിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ കളിയിൽ നല്ല രൂപത്തിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ പോസ്റ്റ് ഡിനൈ ചെയ്തു. അദ്ദേഹത്തെ ഫൗൾ ചെയ്തതിനാണ് പെനാൽറ്റി കിട്ടുന്നത്. അത് മെസ്സി കൺവേർട്ട് ചെയ്തു. 10-ൽ 7ആണ് ലൗട്രോയുടെ റേറ്റിംഗ്. നിക്കോ ഗോൺസാലസ് അദ്ദേഹം ലെഫ്റ്റ് ബാക്കായിട്ടാണ് വന്നത്. കുറച്ച് മൊമെൻറ്റുകൾ അദ്ദേഹം കളിക്കളത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻവോൾവ്മെൻറ്റ്സാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 10-ൽ 5ആണ്. ടിയാഗോ അൽമേഡയുടെ ഗോൾ നമ്മൾ കണ്ടു. കളി പുരോഗമിക്കുമ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും 3rd ഗോള് അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. സോ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് അദ്ദേഹത്തിന് ഇടം കിട്ടുമോ എന്നുള്ളതാണ് ഇനി വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഗോൺസാലോ മുണ്ടിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മിസ്റ്റേക്സ് വിത്ത് ബോൾ അദ്ദേഹം ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 20 മിനിറ്റ് അദ്ദേഹം കളിച്ചു. ആ മസ്കുലർ ടിയറിന് ശേഷം, മസിൽ ഇഞ്ചുറിക്ക് ശേഷം 20 മിനിറ്റ് കളിച്ചു. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അവസരവും സമയവും ഒക്കെ വേണ്ടി വരും എന്ന് തോന്നുന്നു. പൂർണ്ണമായിട്ടും അദ്ദേഹം റെഡിയാവാൻ. പക്ഷേ ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ് എന്നുള്ളത് തെളിയിക്കുന്നു. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ തന്നെ തുടരും. ലിയോ മെസ്സി 70ാമത്തെ മിനിറ്റിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചിലൂടെ അദ്ദേഹം ലൗട്രോ കിടിലൻ അവസരം ഒരുക്കി കൊടുക്കുന്നു. അത് പെനാൽറ്റിയായി മാറുന്നു. അദ്ദേഹം ഗോളാക്കി മാറ്റുന്നു. പിന്നെ
വളരെ നല്ല രൂപത്തിൽ തന്നെ തേർഡ് ഗോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. വളരെ ഷാർപ്പ് ആയിട്ടാണ് ഇപ്പോൾ ലിയോ മെസ്സിയെ ആഫ്റ്റർ ഇഞ്ചുറി നമുക്ക് കാണാൻ പറ്റുന്നത്. 8 അദ്ദേഹത്തിനുള്ള റേറ്റിംഗ്. പിന്നെ സ്കലോനി കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഒരു സംശയവും വേണ്ട, വളരെ നല്ല രൂപത്തിൽ തന്നെ സർപ്രൈസിങ് ആയിട്ടാണ് അദ്ദേഹം ആദ്യ 11 ഇറക്കിയത്. പക്ഷേ താരങ്ങൾക്ക് കൊടുക്കേണ്ട അവസരവും പ്ലെയിങ് ടൈമും ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്ത കാര്യങ്ങളാണ്. സോ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്നത് 10-ൽ 7. അപ്പോൾ ഏതായാലും മികച്ചൊരു പെർഫോമൻസാണ് അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് വേൾഡ് കപ്പിൽ ആരാധകർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷ. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം അൾജീരിയക്കെതിരെയാണ്. ആഫ്രിക്കൻ ടീം ശരിയാണ്, അർജൻറ്റീനയുടെ നിലവാരത്തിലുള്ള ടീമല്ല, എന്നാൽ പോലും അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി ജൂൺ 17 പുലർച്ചെയാണ് അവരുടെ മത്സരം. പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 അവർ അൾജീരിയക്കെതിരെ കളിക്കുന്നത്. ആ കളിക്ക് ടീം പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് ഈ ഒരു കളിയിലൂടെ അവർ പ്രഖ്യാപിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ലിയോ ബലേഡിയുടെ പകരക്കാരൻ ആരായിരിക്കും. അത് ഇന്നോ നാളെയോ ആയിട്ട് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം.